PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും നിയമനം ലഭിക്കാത്തതിൽ കടുത്ത ആശങ്കയിലാണ് കൊമേഴ്സ് അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ. 2023 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ 61 ഒഴിവുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 2020 ഉണ്ടായ അധിക തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സർക്കാർ നിയമനം നടത്തിയതാണ് ഒഴിവുകളുടെ എണ്ണം കുറയാൻ കാരണം. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാവാൻ 2 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ 11 പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചതെന്ന് ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാട്ടും. അപ്പോൾ ഈ ലിസ്റ്റ് വന്നിട്ട് 2.5 കൊല്ലമായി. ഇനി ഞങ്ങൾക്ക് ഈ ലിസ്റ്റ് കാലാവധി തീരാൻ വേണ്ടിയിട്ട് 60 ദിവസം മാത്രമേ ഉള്ളൂ. ഇതുവരെ നടന്നിരിക്കുന്നത് 11 നിയമനങ്ങൾ മാത്രമാണ്. ഇനി കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 118 പേരെ എടുത്തതാണ്. അതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ 270 പേരെ എടുത്തതാണ്. അപ്പോൾ അവിടെയാണ് ഈ 11 പേരെ എടുത്തിട്ട് സർക്കാർ നിർത്തിയിരിക്കുന്നത്. പിന്നെ ആകെ ഉള്ളത് 6 നിയമനങ്ങൾ നടത്തിയിട്ടാണ് കഴിഞ്ഞ സർക്കാർ പോയത്. അപ്പോൾ ഈ സർക്കാരോട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഞങ്ങളെ നിയമിക്കുമെന്ന് പറയുമ്പോൾ വേക്കൻസി ഉണ്ടെങ്കിൽ ഞങ്ങളെ നിയമിക്കാമെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. 61-ൽ 55 വെട്ടിയിട്ട് ഇനി വേക്കൻസി ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് സർക്കാരിന് തരാൻ എന്താ മറുപടി ഉള്ളത്? സർക്കാർ പറയണ പഠിക്കുകയാണ്. ഇക്ബാൽ അറക്കിൽ ചേരുന്നു. ഇക്ബാൽ, ന്യായമായ ചോദ്യം, ഇതിനൊക്കെ മറുപടി ഉണ്ടോ? സർക്കാരിന്റെ മറുപടി എന്താണെന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇവരൊക്കെ പ്രതിഷേധത്തിലേക്കാണ്. രോഷ്നി, അതായത് ഈ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ, ഈ കൊമേഴ്സ് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ റാങ്ക് ലിസ്റ്റിൽ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള 1ാം റാങ്കുകാരിയായിട്ടുള്ള ജെനിഫർ ഹാറൂന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. വർഷങ്ങൾക്ക് മുമ്പ് ജോലികൾക്കിടയിലും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിലും ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ച് പരീക്ഷ എഴുതിയതാണ് ഈ കൊമേഴ്സ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക്. 2023 ഈ അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു PSC. അപ്പോൾ 144 പേരാണ് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ഇവർക്ക് ആ കാലത്ത് തന്നെ 61 ഒഴിവുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടന്നിട്ടുള്ളത് 11 പേർക്ക് മാത്രമാണ്. 2 മാസം കഴിഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റിലെ കാലാവധി പൂർത്തിയാവുകയാണ്. ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം ഇനി തങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് സർക്കാരിനോട് ചോദിക്കുന്നത്. ഈ റാങ്ക് ലിസ്റ്റ് പ്രകാരം ഈ നിയമനങ്ങൾ നടക്കാതിരിക്കാൻ പ്രധാനമായും കാരണമായത് LDF സർക്കാർ 2020 കൊണ്ടുവന്നൊരു ഓർഡറാണ്. ഈ LDF സർക്കാർ കൊമേഴ്സ് അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഈ PG വെയിറ്റേജ് ഒഴിവാക്കി. ഇതോടുകൂടി 55 അധിക തസ്തികകൾ ഉണ്ടാവുകയായിരുന്നു. ഈ 55 അധിക തസ്തികയിൽ ഉള്ളവർക്ക് ഈ വേക്കൻസിയിലുള്ള ഒഴിവുകളെല്ലാം ഇവർക്ക് നൽകുകയായിരുന്നു. ഇതോടുകൂടി റാങ്ക് ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാതായി. ഇവരെല്ലാം ഇപ്പോൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. നിലവിൽ ഇവരുടെ ആവശ്യം എത്രയും പെട്ടെന്ന് തങ്ങൾക്ക് നിയമനം നൽകണം. അതിന് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിലവിൽ സംസ്ഥാനത്തെ വിവിധ സർക്കാർ കോളേജുകളിലായി 39 ഗസ്റ്റ് അധ്യാപകർ ജോലി ചെയ്യുന്നുണ്ട്. ആ ഒഴിവുകളിലേക്കെങ്കിലും തങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ നിയമിക്കണമെന്നുള്ളതാണ് സർക്കാർ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തണമെന്നുള്ളതാണ് ജെനിഫർ ഹാറൂണിനെ പോലെ നിരവധി ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. കാരണം തങ്ങൾക്ക് ഇനി ദിവസങ്ങളില്ല, 60 ദിവസത്തിനുള്ളിൽ നിയമനം നടക്കണമില്ലെങ്കിൽ തങ്ങൾ ഇത്രയും വർഷം കാത്തിരുന്നതും പഠിച്ചതുമെല്ലാം വെറുതെ ആയി പോവുകയാണ്. കാരണം 2019 നടന്ന വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് പരീക്ഷ എഴുതേണ്ടി വന്നത്. ആ പരീക്ഷ നടത്തി അതിനുശേഷം അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് 2023 ഇപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് വന്നത് തന്നെ ഏകദേശം 2.5 വർഷം കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 6-7 വർഷത്തെ പ്രയത്നമാണ് ഈ 60 ദിവസം കഴിഞ്ഞാൽ ഇല്ലാതെയാവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഈ ഒരു സങ്കടം കണ്ട്, തങ്ങളുടെ ദുരിതം മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാർ തങ്ങളുടെ ഈ റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള നിയമനങ്ങൾ നടത്തണം. LDF സർക്കാരോട് തങ്ങൾ പല തവണ ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ LDF സർക്കാർ അവിടെ ഉണ്ടായിരുന്ന തസ്തികകൾ വെട്ടിക്കുറച്ച് അധിക തസ്തികയിലുള്ള ആൾക്കാർക്ക് ജോലി നൽകിക്കൊണ്ട് അവരുടെ കാര്യം തീർത്തു. UDF സർക്കാർ വന്നപ്പോൾ അവരോടും തങ്ങൾ ഈ ആവശ്യങ്ങൾ, തങ്ങളുടെ ദുരിതങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ UDF സർക്കാർ പറയുന്നത് ഞങ്ങൾ ഇതെല്ലാം പഠിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷേ പഠിച്ച് വരുമ്പോഴത്തേക്കും ഈ 60 ദിവസം പിന്നിട്ട് പോകും. പിന്നെ ഈ റാങ്ക് ലിസ്റ്റ് കൊണ്ട് ആർക്കും കാര്യമുണ്ടാവില്ല. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഇത്രയും വർഷം കാത്തിരുന്നത് എല്ലാം വെറുതെ ആയി പോകും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു 60 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഗസ്റ്റ് അധ്യാപകന്മാരുടെ ഒഴിവിലേക്കെങ്കിലും തങ്ങളെ നിയമിക്കണം. അധിക തസ്തികകൾ ഉറപ്പായും വരും. കാരണം ഇപ്പോൾ 4 വർഷമാണ് UG കോഴ്സുകളുള്ളത്. അതുകൊണ്ട് തന്നെ അധിക തസ്തികകൾ ഈ കൊമേഴ്സ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് വരും. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് റാങ്ക് ലിസ്റ്റിലുള്ള പരമാവധി ആളുകൾക്ക് നിയമനം നൽകാനുള്ള ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് സർക്കാരുടെ ഭാഗത്തുണ്ടാവണം. അല്ലെങ്കിൽ തങ്ങളുടെ കണ്ണീരിന് ഉത്തരവാദി UDF സർക്കാരും കൂടി ആയി കാണുന്നു. ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും എന്തുകൊണ്ട് നിയമിക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ കണ്ണീർ, അവർ അധ്വാനിച്ചിട്ടും കിട്ടാത്തതിനെ ചൊല്ലിയാണ് ഈ വേദന.